ഇടിഞ്ഞു വീഴാറായതും വാസയോഗ്യമല്ലാത്തതുമായ ഹോസ്റ്റൽ കെട്ടിടത്തിലാണ് ഒരു കൂട്ടം മെഡിക്കൽ വിദ്യാർത്ഥികൾ ഇപ്പോൾ പഠിക്കുന്നത്. ഹോസ്റ്റൽ നവീകരണത്തിന് PWD ചുമതലപ്പെടുത്തിയിട്ടും യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് പരാതി. ശക്തമായ സമര പരിപാടികളിലേക്ക് കടക്കാൻ ആലോചിക്കുകയാണ് മെഡിക്കൽ വിദ്യാർത്ഥികൾ. കോട്ടയം മെഡിക്കൽ കോളേജിലെ ആൺകുട്ടികളുടെ ഹോസ്റ്റലിന്റെ ദൃശ്യങ്ങളാണിത്. കാലപ്പഴക്കം കൊണ്ട് പൊട്ടിപ്പൊളിഞ്ഞ് വീഴാറായ കെട്ടിടം, ഉപയോഗശൂന്യമായ ശൗചാലയങ്ങൾ. ഈ ദുരിതപൂർണമായ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് 300ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്നത്. ഒരു മുറിയിൽ 5 പേർ വീതം തിങ്ങി ഞെരുങ്ങിയാണ് കഴിയുന്നത്. അസൗകര്യങ്ങൾ കൊണ്ട് പൊറുതിമുട്ടുന്നതിനിടയിലാണ് ജീവന് തന്നെ കെട്ടിടം ഭീഷണിയാകുന്നത്. ഈ ഒരു ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ 1962 മുതലുള്ള ആ ഹോസ്റ്റലിൽ ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറയുമ്പോൾ അന്ന് മുതലുള്ള ടോയ്ലറ്റുകളും അന്ന് മുതലുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളുമാണ് നമുക്ക് ഇപ്പം ഉപയോഗത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ടോയ്ലറ്റിൻ്റെ ഒരു പ്ലംബിംഗ് ഫെസിലിറ്റി പോലും ഇപ്പം വർക്കാവുന്നില്ല. ഏതാനും നാളുകൾക്ക് മുൻപ് ഹോസ്റ്റലിനുള്ളിൽ കിടന്നുറങ്ങിയ വിദ്യാർത്ഥിയുടെ ദേഹത്ത് കോൺക്രീറ്റ് അടർന്നു വീണിരുന്നു. അതിന് പിന്നാലെ ചില അറ്റകുറ്റപ്പണികൾ നടത്തുമെന്ന് പറഞ്ഞതാണ്. പക്ഷേ അതും വെള്ളത്തിൽ വരച്ച വര പോലെയായി. ഹോസ്റ്റലിന്റെ നവീകരണത്തിനായി PWDയെ കരാർ ഏൽപ്പിച്ചെങ്കിലും നാളിതുവരെ പണികളൊന്നും ആരംഭിച്ചില്ല. ജീവൻ രക്ഷിക്കാൻ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. അവരുടെ ജീവന് തന്നെ ഭീഷണിയാകുകയാണ് ഈ കാണുന്ന ഹോസ്റ്റൽ കെട്ടിടം. അതുകൊണ്ട് തന്നെ ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്നവരുടെ ഇടപെടലാണ് ഇവിടെ ആവശ്യം. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ, 24. പൊതുജനം കഴുതയല്ല സാർ. വേറെ ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ജീവന് തന്നെ ഭീഷണിയായി ഈ കെട്ടിടത്തിൽ താമസിക്കേണ്ടി വരുന്നതെന്ന് വിദ്യാർത്ഥികൾ അവരുടെ പ്രതികരണങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ സീലിംഗ് ആണ്, ബീഫാമാർ താമസിക്കുന്ന സീലിംഗ് ആണ് പറഞ്ഞു വേണം. പിന്നെ നമ്മുടെ മെസ്സിൻ്റെ അവസ്ഥ അത്യാവശ്യം ശോചനീയമാണ്. പിന്നെ ഈ റോഡ് തന്നെ ഇപ്പോൾ നിങ്ങൾ വരുമ്പോൾ കണ്ടുകാണല്ലോ പൊട്ടിപ്പൊളിഞ്ഞ് തന്നെ കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പോയാൽ ഇനി ഇവിടെയും കുറേ നാൾ താമസിക്കാൻ പറ്റുന്നില്ല. ഇനി അടുത്ത കുട്ടികൾ ഇപ്പോൾ 24 ബാച്ച് വരെ ഇപ്പോൾ വരുന്നുണ്ട്, 25 വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇനി ബുദ്ധിമുട്ടായിരിക്കും ഇവിടെ താമസിക്കാൻ ഇങ്ങനെയാണെങ്കിൽ. പരാതി നമ്മൾ ഒരുപാട് നടന്നപ്പോൾ ബീഫാമിൻ്റെ റൂമിലെ സീലിംഗ് പൊളിഞ്ഞു പോണപ്പോൾ ഒന്ന് പരാതി കൊടുത്താണ്. ഇനി ആക്സിഡൻറ്റ് ഉണ്ടായെന്ന് അറിയില്ല. പിന്നെ നമ്മുടെ ബാത്റൂമിൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഭയങ്കര ദാരിദ്ര്യമാണ്. അതായത് 2 ബാത്റൂം പൊളിഞ്ഞിട്ട് അതിൻ്റെ പണി തുടങ്ങി പകുതി നിർത്തിച്ച് പോയിരിക്കുകയാണ്. ഇപ്പോൾ പിന്നെ നമ്മളെ റൂമിൽ ഇരിക്കാൻ പേടിയാണ്. മോളിൽ നിന്ന് എപ്പോഴാണ് തലയെ പൊളിഞ്ഞാടെ നമ്മൾ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ MBBS വേണ്ടി പഠിക്കുന്നത്. ആ MBBSകാർക്ക് ജീവൻ എത്ര ഭീഷണി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് അവസ്ഥ മുഴുവൻ PG വിദ്യാർത്ഥികൾ ഉൾക്കൊള്ളിക്കാനൊരു കപ്പാസിറ്റി ഇല്ലാത്തൊരു ഹോസ്റ്റലാണ് നിലവിലുള്ളത്. അപ്പം പലരും പുറത്തൊക്കെയാണ് താമസിക്കുന്നത്. അവരുടെ അക്കാഡമിക്സിലായാലും അവരുടെ ജോലിയിലായാലും ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അതുപോലെ ഇപ്പോൾ MHൻ്റെ കാര്യത്തിലായാലും കോളേജ് എത്ര വികസിച്ചാലും വിദ്യാർത്ഥികൾക്ക് നേരെ അധികൃതരുടെ എപ്പോഴും ഇതേ ഒരു മനോഭാവമാണ്. കോളേജ് നല്ല രീതിയിൽ വികസിക്കുന്നുണ്ട്, പക്ഷേ നമ്മുടെ അവസ്ഥ ഇതുപോലെ തന്നെ തുടരുകയാണ്. ഡാനി പറയുന്നു, ഈ പ്രാപ്ര എന്ന് പറയുന്നത് ഇഷ്ടമല്ലെങ്കിലും താങ്കൾ വായിക്കുന്നതൊക്കെ നല്ല രസമുണ്ട്. ഗുഡ് നൈറ്റ് വിത്ത് പ്രാപ്ര എന്ന് പറയുന്നത് നമുക്ക് പ്രയാസമാണ്. എന്തായാലും ഇന്ന് രാത്രി 10:30 മണിക്ക് നിങ്ങൾ കാണുക. പ്രജിനൻ പ്രവിത അവതരിപ്പിക്കുന്ന ഗുഡ് നൈറ്റ് വിത്ത് പ്രജിനൻ പ്രവിത എന്നാണ് അതിൻ്റെ പേര്. പ്രേക്ഷകർ പ്രാപ്ര എന്ന് വിളിച്ചാലും എനിക്ക് ടെൻഷനൊന്നുമില്ല കേട്ടോ. ജിയോ ചീരൻ പറയുന്നു, എത്രയോ ആൾദൈവങ്ങൾക്ക് വളർക്കുള്ള മണ്ണാണ് നമ്മുടെ നാട്, കൂടോത്രം എത്ര പാപം. എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, ഈ മനുഷ്യൻ്റെ ശാസ്ത്രീയ ബോധത്തിനപ്പുറം ഇത്തരം കൃത്യങ്ങൾ ചെയ്താൽ നമ്മൾ ലക്ഷ്യം വയ്ക്കുന്ന കാര്യങ്ങൾ സാധിക്കും എന്ന് വിശ്വസിക്കുന്നത് അബദ്ധജടിലമാണെന്ന് മനസ്സിലാക്കാൻ പാഴൂർ പഠിക്കൽ വരെ പോകണം.